വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ RSPയുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ അട്ടിമറി വിജയം നേടിയ നേതാവാണ് കുഞ്ഞികൃഷ്ണനെ സ്വീകരിക്കുകയാണ് അവിടെ. ഷിബു ബേബി ജോൺ അടക്കമുള്ളവർ ചെങ്കൊടി. RSPയും ഒരു ലെഫ്റ്റ് പാർട്ടിയാണ്, ഇടത് പാർട്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു LDF-നേക്കാൾ കൂടുതൽ ഇടത് പാർട്ടികൾ എണ്ണത്തിൽ നോക്കിയാലുള്ളത് UDF-ൽ തന്നെയാണ്. അപ്പോൾ ഷിബു ബേബി ജോൺ അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിക്കുകയാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ അവിടെ ഉണ്ട്. ഹസ്കർ അടക്കമുള്ളവർ പോയി അവിടെ പയ്യന്നൂരിൽ ക്യാമ്പ് ചെയ്തുള്ള പ്രചരണം വി കുഞ്ഞികൃഷ്ണന് വേണ്ടി നടത്തിയവരുമാണ്. അപ്പോൾ RSP അവിടെ കുഞ്ഞികൃഷ്ണൻ്റെ പ്രചരണ വേദിയിലൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. കുഞ്ഞികൃഷ്ണൻ അവിടെ നേടിയത് അട്ടിമറി വിജയമാണെന്നാണ് വി കുഞ്ഞികൃഷ്ണൻ തന്നെ ജയത്തിന് ശേഷം പറഞ്ഞത്. ഞാൻ ജയിക്കാൻ വേണ്ടി നിന്നതല്ല, ഒരു പ്രതിഷേധ മത്സരം എന്ന നിലയ്ക്ക് നിന്നതാണ് എന്നതായിരുന്നു, അല്ലെങ്കിൽ MLA ആവാൻ വേണ്ടി നിന്നതല്ല എന്ന് ജയിച്ചതിന് ശേഷവും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണ്. ആ തരത്തിൽ പാർട്ടി പോലും ഞെട്ടിപ്പോയ, സ്ഥാനാർത്ഥി പോലും ഞെട്ടിപ്പോയ അട്ടിമറി എന്ന് കരുതാവുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ അട്ടിമറി എന്ന് പറയാവുന്ന ഒരു ജയമാണ് പയ്യന്നൂർ ജയം. തളിപ്പറമ്പ് പോലും അല്ല, അത് കൃത്യമായി പയ്യന്നൂർ തന്നെയാണ്. അതികടുത്ത പാർട്ടിക്കോട്ട രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിലെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതുവരെ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയ്ക്ക് ഒരു പക്ഷേ പാൻ കേരള എല്ലാവർക്കും അറിയുന്ന നേതാവാണോ, എല്ലാ പാർട്ടിക്കാർക്ക് പോലും അറിയുന്ന നേതാവായിരുന്നോ എന്ന കാര്യം അറിയില്ല. എന്തായാലും കുഞ്ഞികൃഷ്ണൻ ആ വിഷയം ഉന്നയിച്ചു. രക്തസാക്ഷി ഫണ്ട്, ധനരാജ് രക്തസാക്ഷി ഫണ്ട് നേതാക്കൾ അടിച്ചുമാറ്റി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും അതിൻ്റെ കണക്കുകൾ ബോധിപ്പിക്കുകയും കുഞ്ഞികൃഷ്ണൻ സ്വരാജ് കള്ളൻ എന്നടക്കമുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ട നേതാവ് കൂടിയാണ്. അതിനുശേഷം കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ അവിടെ നിന്ന് ജയിച്ചു കയറി ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തുകയാണ്. പയ്യന്നൂർ മണ്ഡലം CPM ഒഴികെ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും യോജിച്ചാലും CPM-നെ പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലാണ് ഇങ്ങനെയൊരു വിജയമുണ്ടായിട്ടുള്ളത്. കേരള രൂപീകരണത്തിന് ശേഷം, മണ്ഡല പുനർവിഭജനത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് ഒഴികെയുള്ള ഒരാളെയും ജയിപ്പിച്ചിട്ടില്ല ആ മണ്ഡലം. സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ല, RSP ഇല്ല, RSP ചേരുന്നൊന്നുമില്ല. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കുമില്ല എന്ന് തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഞാൻ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. ഐക്യജനാധിപത്യ മുന്നണി എനിക്ക് പിന്തുണ നൽകി. ഐക്യജനാധിപത്യ മുന്നണിയിൽ RSPക്ക് നൽകിയ സീറ്റായിരുന്നു പയ്യന്നൂർ. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് RSP ഓഫീസിൽ വരണം എന്ന് തോന്നിയത്. അല്ല, ഞാൻ ആ പാർട്ടിക്കകത്തെ തെറ്റ് തിരുത്തണമെന്നാണ് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM വലിയ അപജയത്തിലാണ്. അപ്പോൾ തിരുത്തണമെന്നതാണ് എൻ്റെ പുസ്തകം തന്നെ. നേതൃത്വത്തെ അണികൾ തിരുത്താൻ തയ്യാറാകാത്ത നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അണികൾ തിരുത്താൻ സന്നദ്ധമായിരിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ. അല്ല, അത് അവരുടെ ആഭ്യന്തര കാര്യം. പയ്യന്നൂരിൽ അട്ടിമറി വിജയം നേടിയ വി കുഞ്ഞികൃഷ്ണൻ RSP ഓഫീസിലേക്ക് എത്തുകയാണ്. ഷിബു ബേബി ജോൺ അടക്കമുള്ളവർ ചേർന്ന് കുഞ്ഞികൃഷ്ണനെ സ്വീകരിച്ചു. എന്തായാലും പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ വാക്കുകൾക്ക് വിലയുണ്ട് എന്ന് വെളിവാക്കിയ ഒരു വലിയ വിജയം കൂടിയാണ് കുഞ്ഞികൃഷ്ണന്റെ വിജയം. അതിനുശേഷം അവിടെ ഈ പറയുന്ന രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തിയവരെ പുറത്താക്കണം എന്നാവശ്യമുള്ള ചില പോസ്റ്ററുകൾ ഒരുപാട് വ്യാപകമായ അല്ലെങ്കിൽ കൂടിയും അവിടെ ഇടങ്ങളിൽ പതിക്കുന്ന സാഹചര്യമുണ്ടായി. അതടക്കമുള്ള എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കുമെന്നുള്ളത് തന്നെയാണ് CPM നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ, വിശദീകരണം. അതല്ലാതെ മറ്റ് വഴികൾ അവിടെ ഇല്ല. പയ്യന്നൂരിലെ പോലെ കടുത്ത ഒരു പാർട്ടിക്കോട്ടയിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പെന്ന കടുത്ത ആരോപണം ഉന്നയിച്ചൊരു നേതാവ് അവിടുത്തെ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് നിയമസഭയിലേക്ക് എത്തുന്നുവെങ്കിൽ അതിന് കാരണം എന്താണെന്ന് പരിശോധിക്കാതെ CPM-ന് മുന്നിൽ മറ്റു വഴികളില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.